തോറ്റ് തൊപ്പിട്ട മോൻ അതുകൊണ്ടാണ് എനിക്ക് സങ്കടം. കൂടെ വിളിച്ച് തോറ്റ് തൊപ്പിട്ട്. അവനെ പാനിപ്പൂരിയോ? പാനിപ്പൂരി ഉണ്ടാക്കണമെങ്കിൽ അപ്പായോട് പറ. അപ്പ പറയട്ടെ. അതിനകത്തൊന്നും കാണിക്കല്ല, പാനിപ്പൂരി മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കാത്തത്. എന്നാ ഇതെല്ലാം കൂടെ ഇവിടെ ഒന്ന് കൂയിച്ചാണോ പൂയിച്ചാണോ? ആ, എന്നാ പൂച്ചയാണെങ്കിലും ഇവിടെ എല്ലാം ഉണ്ട്. പോകണോ? ഇവിടെ പോന്നേ. ഇവിടെ അവരോട് തുടങ്ങിയിരിക്കാൻ പറ്റുമോ? എണീറ്റ് വന്നോളൂ, പല്ലും തേച്ചില്ല, കുളിച്ചുമില്ല, വിശക്കുന്നു. പൊക്കോ അവിടെ നിന്ന്. പൊക്കോ പോയി ഇരുന്നാ ചേച്ചിയോടെ കിടന്ന് ഉറങ്ങുമോ എല്ലാം ചെയ്യും. ശ്യാമളമ്മയോടെ കിടന്ന് ഉറങ്ങും അല്ലേ? ആ, പൊക്കോ. ഗൂഗിൾ വെച്ചു, ടീ വെക്കണ്ടേ? ഗൂഗിൾ പൊടിച്ചിട്ട് ഇതോട് നോക്കാനാണോ? ഒരു ഫ്രിഡ്ജ് വിട്ട് എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പിന്നെ ഒരുപാട് തന്നു. ഇത് തന്നെയായിരിക്കും ചേട്ടായിക്ക് പരിപാടിയെന്ന്. ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ചേട്ടായ മാത്രം എടുത്തു. ഈയിടെയായിട്ട് ഞാൻ ആ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊന്നും ഇപ്പം എടുക്കാറില്ലല്ലോ. അല്ലേലും എന്താ പോന്നെ. ചേച്ചി വന്നില്ലേ? നേരത്തെയാണല്ലോ. മാമ കാറും കൂടെ നിർത്തക്കോ. കാറും കൂടെ നൂറ് ചേച്ചി നാളെ ചേച്ചി കൊടുക്കും എനിക്ക് മതിയോ? തൂത്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്താവോ? അതല്ലേ വീഡിയോ എടുക്കാവോ? അല്ല എന്റെ വീഡിയോ എടുക്കാവോ? ചപ്പാത്തി എവിടെയാണോ? അപ്പേ കറിയോ? ജയമ ഉണ്ടാക്കി അറിയാട്ടോ. ആ, പക്ഷെ ഇനി ചോദിക്കാം. അല്ലല്ല ഒതുക്കിട്ട് വെച്ചിട്ട് വരാന്ന് വെച്ചിട്ടടി. ചിലപ്പോ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഫോണില് വീഡിയോ എടുക്കുവേ. ഞാൻ വരുമ്പോ ഞാൻ ഫോണിൽ വീഡിയോ ഒക്കെ എടുക്കുവേ. ഞാൻ പിന്നെ ചിലപ്പോ എന്റെ ക്യാമറ കൊണ്ടുവന്ന് ഞാൻ ചിലപ്പം യൂട്യൂബിൽ ഇടും. പിന്നെ തുടങ്ങി കേട്ടോ നമ്മള് ചോറിന്റെ
പോവാം. കൊണ്ടുവരാം. വേറെ സ്ഥലം വരെ പോവാ. വൈകിട്ടേ വരത്തുള്ളൂ. പിന്നെ ഓ നടക്കുന്ന കൂട്ടിക്കിലെ എന്തെങ്കിലും ചോറ്റി നിങ്ങളെത്ര പഠിക്കുന്നത്? ചുമ്മാ കിടന്നേക്കണം. എന്തുകൊണ്ടോ അപ്പുറം വരെ ഇവളുടെ ഒരു കൂട്ടുകാരിയുടെ വീടുണ്ടേ. കൊച്ചിന്റെ അതാ ഇവിടെ തയ്ക്കുന്നത്. എവിടെയാണ് ഇപ്പം? നീ എങ്ങോട്ടാ? അവിടെ ഞങ്ങളവിടെ അമ്മയാണ്ടാ ഞങ്ങളുടെ എവിടെ പോയായിരുന്നു? ഈ വണ്ടിയുടെ സൈഡ് വിടുതാണ് കാണിക്കണത്. പിന്നെ കാണാറുണ്ടായിരുന്നു. ഓ എന്നായിരിക്കുന്നത്? അച്ഛൻ മരിച്ചു പോയോ? ആണോ? ഇല്ലില്ല. എത്ര ആളായി? ഞാൻ ചുമ്മാ പോകുന്ന പേര് പറഞ്ഞ ഞാനിവിടെ വന്നാലോടാകണേ. പോരെ. നമ്മുടെ റെഡിയല്ല. അപ്പൊ അനിൽ ചേച്ചി ഓരോ പിന്നെ എന്നാ വന്നത്? അല്ല വരുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം. നീ ഇവിടെ താമസിക്കുമല്ലേ? ഇവിടെ എപ്പോ കുറച്ച് നീ ഇത് കൊല്ലം പിടിച്ചോണ്ടിരിക്കുമല്ലേ? ചെറുതായിട്ടൊക്കെ വെടിയൊക്കെ ഉണ്ടോ? ഓ അങ്ങനെ വലിയ പരിപാടി ഒന്നും ഇല്ലെന്നേ. ഇല്ലെന്ന് തോന്നുന്നത്. ഏതാ വീട്? ഇതിലേ അല്ലേ? ഇതിലെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. ആ ആ വീടല്ല. ശരി എന്നാ ശരി. അതിൻ്റെ കൂടെ പിടിച്ചാ ആ പറയാം. ഷിജു. ആ അത് തന്നെ. നിനക്ക് മനസ്സിലായില്ലേ? അതെ എന്നിട്ട് മനസ്സിലായില്ലേന്ന്?
വലിയ ഋത്തിലാക്കിയാണോ വരുന്നത്? ഇത് ചെയ്തു നമ്മൾ നീ വിളിക്കുന്നുണ്ടല്ലോ അവിടെ നാട്ടിൽ പിന്നെ ഇവിടെ നോക്കി ഭയങ്കര തിരക്കാണോ? ഭയങ്കര തിരക്കാണോ? ഇതാരാ? ക്യാമറമാൻ അരുൺ. കാണിക്കത് ഇത് കണ്ടോ? അവനത് കാണിച്ചേക്ക്. ഹായ്. ദേ. ഒരു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറ. അതെ തൊടുന്നു. നല്ല തുണി എടുത്തോണ്ട് വാ. മറ്റേ ചേട്ടനാണ് കൊണ്ടുവിടുന്ന പറയാൻ പറഞ്ഞു. ഷിജു ഇല്ല ഷിജു പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഷിജു ആണ് കൊണ്ടുവിട്ടത്. അവിടെ ഏതെന്നറിയത്തില്ല. അമ്മയ്ക്കറിയാം. എൻ്റെ കൂടെ പഠിച്ചാ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാ? ആ അതെ അതെ. അച്ഛന്റെ സാരി കൊടുക്കുന്ന അച്ഛയുടെ പെങ്ങള്. പെങ്ങളുടെ രണ്ടുപേരും മക്കള്. ഓനും കൂടെ വരാനിരുന്ന സമയത്ത് വരാൻ പറ്റിയില്ല. ഇത് മൂത്ത മോളാ, ഇത് രണ്ടാമത്തതാ. എല്ലാവനാ നിങ്ങൾ കഴിക്കുന്നില്ല. ഇങ്ങോട്ട് എനിക്കിടാൻ ഇന്ന് വേണം. നിങ്ങോട്ടാ അമ്മേ വാമേ കണ്ണാടി ഉണ്ടല്ലേ? വാമേ. ആ പിന്നെ അമ്മ വരണ്ടേ? അത് കൊള്ളാം. ഞാൻ വരണോന്നോ? കൈയൊക്കെ ഇട്ടോളെ ഫോട്ടോ ഷാള് കൊണ്ടാ മതി. നൈറ്റ് പറഞ്ഞില്ല. ഒരു യോലു കിട്ടെ. ഒരു കൈ പോക്കറ്റ് ഇടും എന്നിട്ട് ഒരു കൈ യോ വേണ്ട. ചേച്ചി ട്യൂഷൻ പിള്ളേർ യോയോ കാണിച്ചേ. യോയോ ഈ കൈ യോ കാണിക്കാം. അതിനൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ള പോലെ അടിപൊളി ചിരിക്കുന്ന നല്ലപോലെ. അതിന്റെ അത്ര നാണമുള്ള വേറെ ആരും കാണുന്നില്ല. അമ്മമ്മ ആ സൈഡിൽ നിൽക്കും. ഇല്ല അമ്മമ്മ നിൽക്കട്ടെ. 2, 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ യുവച്ച. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അമ്മമ്മക്ക് കുഞ്ഞിട്ട് എടുത്ത് ഇച്ചിരി അമ്മമ്മക്ക് കൊടുത്ത് ഇച്ചിരി എടുത്ത് കൊടുത്ത് അമ്മമ്മക്ക് എല്ലാവർക്കും കൊടുക്ക. കുഞ്ഞാൻ്റെക്ക് കൊടുത്തേ. കുഞ്ഞാൻ്റെക്ക് ഇച്ചിരി കൊടുക്ക. എല്ലാവർക്കും കൊടുത്തേ. കുഞ്ഞും കൊടുക്കണേ.
കുഞ്ഞു എടുത്തു കൊടു. ചേച്ചി അല്ലേ? ചേച്ചി അല്ലേ? ആ. ഇച്ചിരി ഇങ്ങനെ മാറിയല്ലേ? മേധാവിച്ചാരി ഇതിപ്പോ കൂടുതലുണ്ട്. ആ, ദേ. ആ, കൂട്ടുകാരനെ വന്നേ. ദേവോട്ടം മുറിച്ചു തരാം രണ്ടുപേരും ചവിട്ടാതെ കണ്ണാടി വായി വെച്ച് കൊടുക്കും, വായി വെച്ച് കൊടുക്കും. അതിന് ബെസ്റ്റ് ഫ്രണ്ട്. രണ്ടും കൂടെ ഇവിടെ എടുത്ത് മറന്നു വെക്കുവാ. ചേച്ചിക്ക് കൊടുത്തില്ലല്ലോ, ചേട്ടന് കൊടുക്കണം. കൊടുക്കാം. അവർക്കൊക്കെ കൊടുക്കും. നിനക്ക് നാളാണോടാ? വേണ്ട, അമ്മ മുറിച്ചു തരാം. കുഞ്ഞു കൊണ്ട് കൊടുത്തേ. കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ട് വന്ന കൊടുക്കും. ആ, വായി വെച്ചതേ, വായി വെച്ചതേ. അച്ഛക്കും കൊടുക്കാം. അവിടെയും കൊടുക്കാം. അച്ഛക്ക് കൊടുക്കും. അവിടെയും കൊടുക്കാം. കൊടുക്കണോ? ഒരു നാണക്കാരൻ. നിനക്കാണോ നാണം? ആ, കഴിച്ചോ. എല്ലാവർക്കും ആയി. നീ കഴിച്ചോ? അമ്മമ്മയ്ക്ക് അവരെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നു. ആരാ? അവള് കൊച്ചുമോളം കൊണ്ടേ എല്ലാരും കൂടെ ഇറങ്ങി വന്നേ പിന്നെ ഇള കിടന്ന് അടുത്ത ഞങ്ങൾ പോയപ്പോ ചോദിക്കാൻ പോയി. അമ്മയില്ലേ? കുഞ്ഞിന് വേണോ? അമ്മയുണ്ട്. നിൽക്കുവോ? ഒരു ഫോട്ടോ കൂടെ എടുക്കാൻ നിൽക്കുവോ? കണ്ണാടി വെച്ച് കണ്ണാടി വെച്ച് ഞാൻ മാറിയേക്കാം. ഞാൻ മാറിയേക്കാം. പല്ല് കാണിച്ച് ചിരിച്ചേ. ഇരിക്കുന്നൊരു ഫോട്ടോ ഇങ്ങോട്ട് നോക്കാം. കണ്ണാടി ഇതൊക്കെ വെക്കണ്ടേ? ബർത്ത്ഡേ ഒരെണ്ണം മതി. ചക്കര മുത്തല്ലേ? ഒരെണ്ണം വെക്കാം. അവൻ അതൊക്കെ കേട്ടോ. ശരിക്കാണ് ഇരിക്കുന്നത്. ഒറ്റ ഫോട്ടോ മതി. ഇങ്ങോട്ട് വായിക്കേ. ഇങ്ങോട്ട് നോക്കാം. താങ്ക് യു. ഓ, നീ ഇതൊക്കെ പോകട്ടെ, നമുക്ക് വേണ്ട. അടുത്ത ആടെ ബർത്ത്ഡേക്ക് കൊടുക്കാം കേട്ടോ. അയ്യോ, മുറിക്കാതെ ചുമ്മാ മുറിച്ച് തരാം. മുറിച്ചു കൊടുക്കും ഓരോ. എടുത്തോണ്ട് പോവാ. വലിയ പാത്രം. എന്നാ മോനെ എന്തിയാ അത് മതി. എടുത്തോ. വേണ്ടേ? ഞാൻ ഇന്ന് കാണുന്നെങ്കിൽ ഞാൻ വെള്ളത്തോടെ ഉണ്ടാവും. വൈകുന്നേരം 4 മണിക്ക് ശേഷം ആക്കണം കാണുന്നത്. ഷർട്ടം പറ്റും. ആ പാത്രത്തിൽ ഫോട്ടോ കാണാം. കണ്ണാടി അല്ലേ? കുഞ്ഞാണിയെ കൊണ്ടാ കിസ് കൊടുപ്പിക്കണ്ടേ? അതെനിക്കാവോ ആ പൊട്ടികളെ? ആയിട്ടോ നിങ്ങൾ ഇരിക്കുന്നില്ല, ഉണ്ട്. ഞങ്ങൾ രണ്ട് മാത്രമോ? നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാ. ഇരിക്കടി. ഞാൻ ഗസ്റ്റ് ആണ്. ഇത് എവിടെ നിന്ന് അരിപ്പോട്ടെ? എനിക്ക് 2 കൊണ്ടോ. അത് കൊടുക്കടി. ഇടി ഞാൻ വിളമ്പിട്ടേ. ഞാൻ വിളമ്പിട്ടേ. ഈ ചോറിച്ച് വെന്ത് കൊടുത്തു. ഞാൻ ആക്കിയാൽ വീട്ടിൽ വന്നിട്ടുള്ളല്ലോ ഉണ്ടാക്കി. ഇവിടെ ഭയങ്കര കുക്കല്ലേ? വയറ് ഗുമ്മാക്കിയിട്ട് പോവാം. അവിടെ വിളിച്ചോ അതിന്. പിന്നെ ആരാ? അതിലൊക്കെ ആദ്യ ചേച്ചി രാവിലെ വോയിസ് ഇട്ടാണ്. പപ്പടം എടുക്കും. എടുത്തു.
മോനെ അപ്പുറത്തെ വീട്ടില് എന്റെ മോടെ അവന് കഞ്ഞിപ്പൊടി സ്കൂൾ അടുത്തപ്പോൾ വന്നതാ. പുള്ളിക്കാരിക്ക് മേലാതെ ഇരിക്കുവാണ്. തീരെ മേല ഈ വീട്ടില് ഈ വീട്ടിലാണ് ഇവിടുത്തെ ഇത് ചേട്ടൻ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് 10-15 ദിവസം കൊണ്ട് ഇങ്ങനെ പനി വരുവായിരുന്നേ. ഒരു പുള്ളിക്കാരൻ അങ്ങനെ ഗവൺമെന്റ് കൊണ്ടുവരും ജയജയിൽ കൊണ്ടുവരും. 2 വർഷം മുമ്പ് ജയജയിൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. നല്ല സ്കാനിങ് ഒക്കെ അതൊന്നും ചെയ്തില്ല. പിന്നെ പേപ്പിൾസിലുണ്ടായിരുന്നു. പേപ്പിൾസിൽ ഈയിടെ അവർ ലാസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. പാലും ഓക്സിജൻ എല്ലാം കൊടുത്ത് പഠിക്കുമ്പോൾ 2 പോയി. ഈ പ്രാവശ്യം കിട്ടുമെന്ന് ഓർമ്മതേ അല്ല. അതേ ബന്ധത്തിൽ കൊണ്ടുപോയി നല്ല ആവശ്യം വന്നേക്കാൻ ക്ഷീണമായിരിക്കും. എന്നിട്ട് അവര് എന്നാലും അവർക്ക് യൂണിയനിലൊക്കെ അവരുടെ ഫോട്ടോ വെക്കാനും ബാലാജി സാറോടെ ക്ലാസ് ഒക്കെ എന്നാലും അവർ ചെയ്തു തെറ്റുന്നതിന്റെ അവർക്കൊരു മോശം കിട്ടി നല്ലൊരു ഇതിലായി അവർക്ക് ചെയ്തത് തെറ്റാണ് അവർക്ക് തോന്നിയത്. ചെന്നൈ കണ്ട ഡോക്ടർ ജെ.കെ. നിരീക്ഷണ സംഘവും തീരുമാനിച്ചത് സിറ്റിസൺ സയൻസിന്റെ ഭാഗമായിട്ട് ഡീപോസിഷന്റെ ഭാഗമായിട്ട് ഒരു കൊണ്ടുവിടുന്നു ഇവിടം വരെ. ഇതിന്റെ ഉറക്കം ഒന്ന് നോക്കോളൂ. അവരൊക്കെ അവനങ്ങോട്ട് കളിക്കാൻ പോയിരുന്നു. അല്ല പിന്നെ വയറ് നിറഞ്ഞല്ല ഭാവിരിക്കുന്നത്. വയറ് ഒട്ടി അങ്ങ് ആദില്ല പോലെ പിന്നെ കാണാടി എനിക്ക് സമാധാനം. എവിടെ നിൽക്കും ഞാൻ വീണ്ടും ഓട്ടോ മറ്റേ ഇവിടെ പോകണല്ലേ. ഓക്കെ കരുണാകരി വലിയ കുഴപ്പമൊന്നുമില്ല. കൊള്ളത്തില്ല അമ്മ കൊള്ളത്തില്ല. എനിക്കറിയണ്ട അപ്പം നല്ല കൊള്ളും. ഓക്കെ താടി അയ്യോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ചെന്നിട്ട് വിളിക്കണേ. ഇതെല്ലാം നീ കളഞ്ഞോ? നീ തിന്നുവാണോ? എന്നാ വ്ളോഗ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗ്രൂപ്പിലിട്ടായിരുന്നു. പച്ചക്കറിക്കട ചീവീടിൻ്റെ ഒച്ച കേട്ടോ. ചീവീട് പോയി. ഇവിടെ ഇന്ന ഈ തോട്ടം കൂടെ വിറ്റാൽ പിന്നെ എൻ്റെ അമ്മയോ ഇത് ഇവിടെ നീങ്ങോട്ടോ നേരെ റോഡിൽ ചോദിച്ചമ്പലത്തിൽ പോകുമ്പോൾ ശമ്പതി കൊണ്ടുവരണം. ശമ്പതി എപ്പോഴും പറഞ്ഞ ചോദിച്ചമ്പലമാണിത്. വണ്ടി വരും നേർക്കുന്നു. പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ വരില്ല. ഇവിടെ ആർക്കറിയാന്നല്ലോ, ഇത് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളൂ അല്ലേ. പിന്നെ എല്ലാവരും നിന്റെ കൂട്ടുകാരിയാണെന്നറിയാലോ. നീര എൻ്റെ കൂട്ടുകാരിയാണെന്നും ധ്രുവ അവളെ കൊച്ചാണെന്നും എവിടെ വന്ന് എടുത്തിട്ടില്ലല്ലോ വീഡിയോ. വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. വീട്ടിൽ വന്നിട്ടുണ്ട്. അവൻ്റെ എത്രാമത്തെ 5ാമത്തെ ഉണ്ടല്ലോ. 5ാമത്തെ എത്രാമത്തെ പിറന്നാളാണെന്ന് ചോദിച്ചില്ല. 5ാമത്തെ ആയിരിക്കും. 5ാം പിറന്നാളാണ്. അതിന് ഞാൻ ചേട്ടായി കൂട്ടി വന്നതാണ്. എന്നിട്ട് തിരിച്ച് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ചേട്ടാ ഇന്ന് ഞങ്ങളെ സിനിമ കാണിക്കാൻ കൊണ്ടുപോയി പ്രതീക്ഷിക്കുന്നു. ഇല്ലല്ലോ നാളെ. ഇന്ന് സീറ്റില്ല.
ആപ്പാടെ വരുന്ന കുറിച്ച് ഇവരത്രയ്ക്ക് അന്നേരം ഇവിടെ കാല് കുത്തങ്ങടെ ഇല്ല. ഇഷ്ടംപോലെ ഉണ്ട്. നീ വേണം എത്ര വർഷം വേണം കാല് കുത്തിക്കോ. ഇപ്പൊ തുറന്നിട്ടില്ലല്ലോ. മഴ മഴ മഴ. നിർത്താതെ കൈ നിർത്താം. പിന്നെ നമ്മൾ കയറാനാണോ ഇല്ലെന്ന് അവരങ്ങനെ അറിയുന്നത്. ഞാൻ എടുത്തോ. മാറ്റിയോ? ഞാൻ ചുമ്മാ പറഞ്ഞു അവനെ പിടിക്കും. നല്ല മഴയല്ലേ? എന്നാ അവൻ ഗെയിം കളിക്കുക. ഞാൻ അതൊന്ന് തപ്പിപ്പിച്ചു നോക്കാം. മഴയാ, കുടയില്ല. ഞാൻ കൂട്ടിനകത്താണ്. വെള്ളം വേണം നോക്കിയോ? വീഴുന്നുണ്ട്. ഇതോടെ കൊണ്ടുപോകും അങ്ങോട്ട്. എന്താണ് അപ്പനെ ഞാൻ അവിടെ വിട്ടിട്ടാ വന്നേ. അപ്പം അവിടെ ഞാൻ നിർത്തി. നാളെ വന്നാലെന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും? അപ്പം എന്ത് ചെയ്യുന്നു? മോൻ പറ അപ്പം എന്ത് ചെയ്യുന്നു? മോൻ കണ്ടതാണോ? കടയിലോ? മുണ്ടക്കയത്തോ? ആ, മുണ്ടക്കയത്തെങ്കിൽ മുണ്ടക്കയത്ത്. അമ്മ എവിടെയാ? അമ്മ ഇവിടെ ഉണ്ട്. മുണ്ടക്കയത്ത് ചാമ്പയുടെ കൂടെ, എന്താ സുന്ദരിയുടെ കൂടെ. എന്താ മേടിച്ചേ? ഒന്നും മേടിച്ചില്ലല്ലോ. വിശക്കുന്നോ? ഇപ്പൊ ചോറും ചപ്പാത്തിയും മുട്ടക്കറിയും ഒന്നും ഇല്ലായിരുന്നോ? ഇപ്പൊ തന്നിട്ടുള്ളോ അമ്മ ഇപ്പൊ പോയത്?
സിപ്പപ്പോ ഈ മഴയത്താ? എൻ്റെ ദൈവമേ വാ കയറി വാ. എൻ്റെ അമ്മയും വല്യമ്മയും എന്ത് ചെയ്യും? അല്ല ചേച്ചിയും വരും. ഓ എൻ്റെ ദൈവമേ, രണ്ടുപേരും കൂടെ കളിച്ച ഉറപ്പായിരിക്കും. ഷാമ്പൂനെ കൂടെ കൂട്ടാൻ മേലായിരുന്നോ? ഈ മഴ പെയ്യുമ്പോണോ ഫാൻ ഇടുന്നേ? നമ്മൾ നനഞ്ഞു പഠിച്ച് കയറി വന്ന് എത്തിക്കഴിഞ്ഞ ഉടനെ അത് മഴയും തന്നെ. ഇതുവരെ മഴയായിരുന്നു. ഇനിയും പെയ്യും. ഇത് നിന്ന് പെയ്യുക. ഇടയ്ക്ക് ഒറ്റ പെയ്ത്ത കുറച്ച് നേരം പോയിട്ടൊക്കെ നിൽക്കും, പിന്നെയും പെയ്യും. അങ്ങനെ 5:30 ആയതേ ഉള്ളൂ. മൊത്തം ഇരുട്ട പോലായി. ഭയങ്കര മഴയാണ്. കുറേ നേരമായി തുടങ്ങിയപ്പോൾ. സാധാരണ പെയ്യുന്ന മഴ പോലല്ല, തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക.